അപ്പം ഈ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ പണ്ടുണ്ടായിരുന്നത്, യൂറോപ്പിലൊക്കെ പണ്ടുണ്ടായിരുന്നത് റിലീജിയൻ എന്ന് പറയുന്നത്, ഓക്കെ, റിലീജിയൻ ഡൊമിനേറ്റഡ് ദ സ്റ്റേറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാട്ടർ ടൈറ്റ് സെപ്പറേഷൻ അവർ കൊണ്ടുവരുന്നത്. ബട്ട് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. വി ഗോ വിത്ത് ദിസ് ഒരു ഫ്ലൂയിഡ്, ഓക്കെ, ഒരു ഫ്ലോ വരുന്നുണ്ട്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഐഡിയാസും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇന്ത്യയിലെ സെക്യുലറിസം എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതൊരു മേജർ ഡിഫറൻസ് ആണ് ബിറ്റ്വീൻ വെസ്റ്റേൺ ആൻഡ് ദി ഇന്ത്യൻ സെക്യുലറിസം. ഓക്കെ, സോ ഇതായിരുന്നു ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഇസ് വാട്ട് ലെഡ് ടു ദി കംപ്ലീറ്റ് വാട്ടർ ടൈറ്റ് സെപ്പറേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദി റിലീജിയൻ എന്ന് പറയുന്നത്. Then this harmony between the religion, okay, this harmony between the religion, ഇത് എങ്ങനെ സാധിച്ചെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയുടെ കേസിലാണ് എന്നുണ്ടെങ്കിൽ there is tolerance. ഓക്കെ, ടോളറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹനം, ഓക്കെ, സഹന മനോഭാവത്തിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് റിലീജിയൻസിന് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് വരുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹിന്ദു റിലീജിയനിൽ കൗ ഇസ് എ സീക്രഡ് ആനിമൽ. ബട്ട് ഇസ്ലാം കമ്മ്യൂണിറ്റീസിലേക്ക് വരുന്ന സമയത്ത് ബലി കൊടുക്കണം അല്ലെങ്കിൽ സാക്രിഫൈസിന്റെ സമയത്ത് ദേ ഹാവ് ടു കിൽ, ഓക്കെ, ദ ബീഫ് ഓർ ലൈക്ക് ദ ബഫലോ ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പം ഇവിടെ ഒരു മ്യൂച്വലി കോൺട്രാഡിക്റ്റിംഗ് ആയിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയോളജി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ബേസ്ഡ് അപ്പോൺ ദ റിലീജിയൻ. പക്ഷേ രണ്ട് കൂട്ടരും അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സഹവർത്തിത്വ മനോഭാവത്തോടെ, ഒരു സഹന മനോഭാവത്തോടെ അതിനെന്ത് ചെയ്യുന്നുണ്ട്, അപ്രോച്ച് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് വാട്ട് വി കോൾ ടോളറൻസ്. ഓക്കെ, ഡെഫിനറ്റ്ലി റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ലാർജർ പെർസ്പെക്റ്റീവിലായിരിക്കണം കാര്യങ്ങളെ പ്രസന്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, നിങ്ങളൊരു സിവിൽ സർവന്റ് ആണ്. ഓക്കെ, സോ യു ഷുഡൻ സ്പീക്ക് ലൈക്ക് എ കോമൺ മാൻ. നിങ്ങളുടെ ആ ഒരു ഐഡിയോളജിസ്റ്റ് ഒന്നും ആ ഒരു കാര്യം റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. യു ഷുഡ് സ്റ്റാൻഡ്, യുവർ വേർഡ്സ് ഷുഡ് ബി റൂട്ടഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. അതായത് നമ്മുടെ സൊസൈറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ള പെർസ്പെക്റ്റീവിലായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ ഒരു പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ പത്രവാർത്തകളിലൊക്കെ കേൾക്കുന്ന പോലെ ലൈക്ക് മോബ് ലിഞ്ചിങ്, ഓക്കെ, അതായത് ബീഫ് കൈവച്ചതിന്റെ പേരിൽ, ബീഫ് കഴിച്ചതിന്റെ പേരിലൊക്കെ ആളുകളെ തല്ലിക്കൊന്നു, ഇന്ത്യയിൽ ലൈക്ക് ഇൻടോളറൻസ് ആണ്. ഈ രൂപത്തിലേക്കുള്ള ഒരു വേ ഓഫ് പ്രസന്റേഷൻ നിങ്ങളുടെ ആൻസറിൽ വരാൻ പാടില്ല. ഓക്കെ, അതിനൊക്കെ ലൈക്ക് എന്താ പറയാ, ഒരു റോങ് സൈഡ് ആയിട്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ഇല്ല എന്നല്ല നിങ്ങൾ പറയേണ്ടത്. ഡെഫിനറ്റ്ലി മോബ് ലിഞ്ചിങ് ഹാസ് ഹാപ്പൻ. മോബ് ലിഞ്ചിങ് എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു കണ്ടം ദിസ്, യു ഹാവ് ടു കണ്ടം ദിസ്. നിങ്ങളുടെ ആൻസറിൽ യു ഹാവ് ടു ക്രിട്ടിസൈസ് ദിസ് ഈസ് അഗെയിൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, ദിസ് ഈസ് അഗെയിൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ദിസ് ഈസ് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ എത്തോസ്, ദിസ് ഈസ് അഗെയിൻസ്റ്റ് ദ ടോളറൻസ് ദാറ്റ് ദ ഇന്ത്യൻ സൊസൈറ്റി ഹാസ് ഷോൺ, ദിസ് ഈസ് അഗെയിൻസ്റ്റ് ദ നോൺ വയലൻസ് വാല്യൂസ് ദാറ്റ് our great national leaders has taught us, and this is against the dignity of the human being. അപ്പൊ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വെച്ചുകൊണ്ട് യു ഹാവ് ടു എസ്റ്റാബ്ലിഷ് ദിസ്. ഇതെല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസിന് അഗേൻസ്റ്റ് ആണ്, ഇത് ഇന്ത്യയിലെ കൾച്ചർ അല്ല എന്നുള്ളത് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇതില്ല എന്ന് പറയരുത്, ബട്ട് ദിസ് ഇസ് അഗേൻസ്റ്റ് ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചർ ഡിഫറെന്റ് ആണ്, ഇത് ഇന്ത്യയിലെ കൾച്ചർ അല്ല. സോ ആ രൂപത്തിലായിരിക്കണം നിങ്ങളുടെ ആൻസേഴ്സ് പോവേണ്ടത്. ഒരിക്കലും ലൈക്ക് മോബ് ലിഞ്ചിങ് നടക്കുന്നുണ്ട്, അതൊരു ലൈക്ക് ഇൻടോളറന്റ് ആണ്, അങ്ങനെയുള്ള ആ വേ ഓഫ് ആൻസേഴ്സ് അല്ലെങ്കിൽ തോട്ട്സ് നിങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. യു ഷുഡ് ബിഹേവ് ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ടോളറൻസ്, ഒരു സഹവർത്തിത്വ മനോഭാവം അത് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, അസിമിലേഷൻ വരുന്നുണ്ട്. ഓക്കെ, അസിമിലേഷൻ വരുന്നുണ്ട്, കൾച്ചറൽ അസിമിലേഷൻ. ഫോർ എക്സാമ്പിൾ ലൈക്ക് കാസ്റ്റ് സിസ്റ്റം. ഓക്കെ, കാസ്റ്റ് സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇറ്റ്സ് എ യുണീക് ഫീച്ചർ ഓഫ് ദി ഹിന്ദു റിലീജിയൻ. പക്ഷേ ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദു റിലീജിയനിൽ മാത്രമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ, ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ, ബുദ്ധിസത്തിന്റെ ഇടയിലേക്കൊക്കെ ഈ കാസ്റ്റ് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, പടർന്നു കയറിയിട്ടുണ്ട്. ഓക്കെ, then അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ലൈക്ക് നമ്മുടെ ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ്. ഓക്കെ, ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ് ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്തി ഐഡിയോളജീസ് സൂഫി മൂവ്മെന്റിനെയും, സൂഫി ഐഡിയോളജീസ് ഭക്തി മൂവ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ ദർ വാസ് എൻ എക്സ്ചേഞ്ച് ഓഫ് ദി ഐഡിയാസ്. ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കൾച്ചറൽ ഇന്റർമിക്സിങ്ങിന്, കൾച്ചർ എന്ത് ചെയ്യാൻ, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, വി ഓൾ സെലിബ്രേറ്റ് ഡിഫറെന്റ് ഫെസ്റ്റിവൽസ് ടുഗദർ. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഓണം, ബക്രീദ്, ഈസ്റ്റർ, ഓക്കെ, ദെൻ ക്രിസ്മസ്, വിഷു, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വി ഓൾ സെലിബ്രേറ്റ് ദിസ് ടുഗദർ. അപ്പം ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് ഓൾ ബിക്കംസ് പാർട്ട് ഓഫ് അവർ എ ന്യൂ കൾച്ചർ. ഒരു കൾച്ചറൽ അസിമിലേഷൻ നടക്കുന്നുണ്ട്, ഒരു മിക്സിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, വി എക്സ്ചേഞ്ച് ഫുഡ്.
നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫുഡ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പം ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ ഈ ഒരു ഹാർമണി ബിറ്റ്വീൻ ദ റിലീജിയൻ നടക്കുന്നതിൽ ഒരു കാരണം എന്ന് പറയുന്നത് ദർ ഇസ് അസിമിലേഷൻ ബിറ്റ്വീൻ ദ ഡിഫറെന്റ് റിലീജിയൻ. ഓക്കെ, സോ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള ഒരു ഹാർമണി എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട് എന്ത്? ഇറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓഫ് എ സിറ്റിസൺ ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ബ്രദർഹുഡ്. നമ്മുടെ സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരു ഹാർമണി പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. നമ്മുടെ ഓരോ ഇന്ത്യൻ സിറ്റിസൺസിന്റെയും ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് ഇത്തരത്തിലുള്ള ഹാർമണി നമ്മുടെ സൊസൈറ്റിയിൽ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. വി ഹാവ് ടു റെസ്പെക്ട് ദ ഡിഗ്നിറ്റി ഓഫ് ദി വുമൺ ആൻഡ് പ്രൊമോട്ട് ദ ഹാർമണി. ഓക്കെ, അതായത് സയന്റിഫിക് ടെമ്പർ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ത്രൂ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഈ ഒരു ബ്രദർഹുഡിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ആൾസോ ലീഡ്സ് ടു ദി ഹാർമണി ബിറ്റ്വീൻ ദി റിലീജിയൻ ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഇതൊക്കെ ഇതിന്റെ ഒരു ഡയമെൻഷൻസിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ, ഗുഡ്. ഓക്കെ, സോ ഈ ഒരു പെർസ്പെക്റ്റീവ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നൗ വി ആർ മൂവിംഗ് ഓൺ ടു എ ന്യൂ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. ബിഫോർ ദാറ്റ് ഐ വിൽ ഷോ യു സം ഓഫ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ചില ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാം. ആൻഡ് ജസ്റ്റ് സീ ഹൗ മെനി ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. ഇത് GS പേപ്പർ 1 വരുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ദിസ് ഓൾ ക്വസ്റ്റ്യൻസ് കെയിം ഫ്രം GS പേപ്പർ 1. അപ്പൊ GS പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കുക. ദെൻ ദിസ് ക്വസ്റ്റ്യൻസ് കെയിം ഫ്രം GS പേപ്പർ 2. ഓക്കെ, GS പേപ്പർ 2 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് 2019 രണ്ട് പേപ്പറിൽ എന്ത് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, 2014 വന്നിട്ടുണ്ട്. ദെൻ ലൈക്ക് 15 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, 16, 17, ലൈക്ക് 18 വന്നിട്ടുണ്ട്. സോ എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്. ഈ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സിമിലാരിറ്റി കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഫ്രം 2014 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കാം. 2014 ഇന്നലെ ഞാൻ കാണിച്ചു തന്ന പോലെ ഹൗ ഡു ദ ഇന്ത്യൻ ഡിബേറ്റ് ഓൺ ദ സെക്യുലറിസം ഡിഫേഴ്സ് ഫ്രം ദ ഡിബേറ്റ്സ് ഇൻ ദ വെസ്റ്റേൺ. ഓക്കെ, സോ ഇന്ത്യൻ സെക്യുലറിസത്തിനെയും വെസ്റ്റേൺ സെക്യുലറിസത്തിനെയും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇതിന്റെ ആൻസേഴ്സ് ആയിട്ട് എഴുതേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇന്ത്യൻ സെക്യുലറിസം എന്താണ്, വെസ്റ്റേൺ സെക്യുലറിസം എന്താണ്, പിന്നെ അതിന്റെ ഡിഫറൻസസ് നിങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ് ദ ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ള ഒരു കൺക്ലൂഷനും കൊടുക്കണം. അങ്ങനെയായിരിക്കണം നിങ്ങൾ ഇതിന്റെ മെയിൻസ് ആൻസർ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം 2016 കഴിഞ്ഞ് 2018 വരുന്ന സമയത്ത് ഹൗ ഇന്ത്യൻ കൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ഇസ് ഡിഫറെന്റ് ഫ്രം ദ വെസ്റ്റേൺ മോഡൽ ഓഫ് സെക്യുലറിസം. ഇപ്പൊ 2014 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിട്ട് 2018 ക്വസ്റ്റ്യൻ പറയുന്നത് ഇറ്റ് വിൽ ബി ഈസി. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ദർ ഇസ് നോ ഡിഫറൻസ്. 2019 വരുന്ന സമയത്ത് വാട്ട് ആർ ദ ചാലഞ്ചസ് ടു അവർ കൾച്ചറൽ പ്രാക്ടീസസ് ഇൻ ദ നെയിം ഓഫ് സെക്യുലറിസം. ഇത് കുറെ കൂടെ ഇന്ത്യൻ സൊസൈറ്റി ഡെപ്തിൽ പഠിക്കുന്ന സമയത്തായിരിക്കും ഇതിനുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ലൈക്ക് ഇഫ് പോസിബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ പ്രോപ്പർ ആയിട്ട് എഴുതാൻ പറ്റിക്കോണമെന്നില്ല. നൗ കമ്മിങ് ടു 2022, ആർ ടോളറൻസ്, അസിമിലേഷൻ ആൻഡ് പ്ലൂറലിസം the key elements in making an Indian form of secularism. ഓക്കെ, ഞാൻ ഓരോ ടേംസും ഓരോ ഏരിയയിൽ എവിടെയാണ് വരുന്നത്, ടോളറൻസ് എവിടെയാണ് വരുന്നത്, അസിമിലേഷൻ എങ്ങനെയാണ് വരുന്നത്, പ്ലൂറലിസം എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ വിത്ത് എക്സാമ്പിൾസ് ഇപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, സോ ലൈക്ക് ഡിഫറൻസ് ഓഫ് ഐഡിയോളജീസ് വരുന്നുണ്ട്. ലൈക്ക് ബീഫിന്റെ കേസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അസിമിലേഷൻ, ലൈക്ക് കാസ്റ്റ് സിസ്റ്റം അസിമിലേറ്റ് ചെയ്യപ്പെട്ടത്, അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള റിലീജിയസ് ഫെസ്റ്റിവൽസ് ദേ ആർ ബീങ് സെലിബ്രേറ്റഡ് ടുഗദർ. ദെൻ പ്ലൂറലിസത്തിലേക്ക് വരുന്ന സമയത്ത് ഹൗ ദേ ആർ എക്സിസ്റ്റിംഗ്, റിലീജിയൻസ് ആ ഒരു ഹാർമോണി ബ്രദർഹുഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പം യു ഹാവ് ടു കണക്ട് ഈച്ച് ഓഫ് ദിസ് തിങ് ടു ദ ഐഡിയ ഓഫ് ദി ഇന്ത്യൻ സെക്യുലറിസം. അതാണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് ഇത് ഓരോന്നും ഞാൻ സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ബട്ട് ഒരു മെയിൻസ് ആൻസറിലേക്ക് വരുമ്പോൾ ഇതിനെ ഇന്റർലിങ്ക് ചെയ്ത് ആൻസർ ചെയ്യുന്ന സമയത്താണ് യു വിൽ ബി ഗോയിങ് ടു ഫേസ് ദ ഡിഫിക്കൽട്ടി. അപ്പം ഇതൊക്കെ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവിലായിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ബിക്കോസ് ദിസ് ആൻസേഴ്സ് കെയിം ഫ്രം GS പേപ്പർ 1. ഇവിടെ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾസ് ഒന്നും അത്ര ഡീറ്റെയിൽ എഴുതണം എന്നില്ല. ജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് മാത്രം ഒന്ന് മെൻഷൻ ചെയ്ത് പോയാൽ മതി. ഓക്കെ, ബട്ട് വെൻ ഇറ്റ് കംസ് ടു GS പേപ്പർ 2, ഈ GS പേപ്പർ 2 എന്ന് പറയുന്നത് പൊളിറ്റിയുടെ പേപ്പർ ആണ്. യു ഹാവ് ടു ക്ലിയർലി ഗിവ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ്. ഓക്കെ, ആ ആർട്ടിക്കിൾസിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, ഓക്കെ, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. സോ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ലൈക്ക് കൊണ്ടുവന്ന ചോദ്യമാണ്, നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ചോദ്യമല്ല. ഇവിടെ നിങ്ങൾ ചോദ്യം വായിച്ചു നോക്കുക. Does the right to clean environment, okay, clean environment, ഇത് എല്ലാവരുടെയും ആവശ്യമാണ്.
ഓക്കെ, എ ക്ലീൻ എൻവയോൺമെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് എനി റിലീജിയൻ എവ്രി വൺ വാണ്ട്സ് ദിസ്. ഓക്കെ, ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിക്കും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ക്ലീൻ എൻവയോൺമെന്റ് വേണം. ഓക്കെ, എൻഡേഴ്സ് ലീഗൽ റെഗുലേഷൻസ്, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ലീഗൽ റെഗുലേഷൻസ് കൊണ്ടുവരുന്നുണ്ട് ഓൺ ബേണിംഗ് ക്രാക്കേഴ്സ് ഡ്യൂറിംഗ് ദിവാലി. ദിവാലി എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻ ആണ്, ഒരു റിലീജിയസ് സെലിബ്രേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ബട്ട് ദ ഗവൺമെന്റ് ഈസ് റെഗുലേറ്റിംഗ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദ ട്രിപ്പിൾ തലാഖ്, ജസ്റ്റ് ലൈക്ക് ദ എൻട്രി ഓഫ് ദ വുമൻസ് ഇൻ ടു ശബരിമല. സോ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, ഇന്റർവെയിൻ ചെയ്യാണ് ഇൻ ദ റിലീജിയസ് പ്രാക്ടീസസ്. ഡിസ്കസ് ഇൻ ദ ലൈറ്റ് ഓഫ് ആർട്ടിക്കിൾ 21 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ജഡ്ജ്മെന്റ്സ് ഓഫ് ദ അപെക്സ് കോർട്ട് ഇൻ ദിസ് റിഗാർഡ്. വളരെ കൃത്യമായിട്ട് അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 21 ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു റൈറ്റ് ആണ് റൈറ്റ് ടു ക്ലീൻ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യുലർ ആ ഒരു സാധനം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മതേതരത്വം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഗവൺമെന്റ് റെഗുലേഷൻസ് കൊണ്ടുവരാറുണ്ട് റിലീജിയന്റെ മുകളിൽ. അങ്ങനെ 2015 കൊണ്ടുവന്നിട്ടുള്ള ഒരു റെഗുലേഷൻ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. സുപ്രീം കോടതി ജഡ്ജ്മെന്റിന്റെ ബേസിലായിട്ട് വന്നിട്ടുള്ള ഒരു റെഗുലേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബേസിൽ ആ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് UPSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നൗ കമ്മിങ് ടു ദ 2019 ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ ഫ്രാൻസ് ലേൺ ഫ്രം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ടു സെക്യുലറിസം? ഫ്രാൻസ് എന്ന് പറയുന്നത് ഇസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ വെസ്റ്റ്. ഓക്കെ, വെസ്റ്റേൺ സെക്യുലറിസം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സെക്യുലറിസം തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ബട്ട് ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. What France can learn from the Indian approach of secularism, which is based on pluralism. Okay, അതുപോലെ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ, ലൈക്ക് ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർവെൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈച്ച് ഓഫ് ദിസ് ഡയമെൻഷൻസ് യു ക്യാൻ ഇൻക്ലൂഡ് ആൻഡ് ദിസ് ഇസ് ലീഡിങ് ടു ദ കമ്മ്യൂണൽ ഹാർമണി. ബട്ട് ഫ്രാൻസിലേക്ക് വരുന്ന സമയത്ത് ദർ ഇസ് നോ സച്ച് തിങ്. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ലിബറൽ ആയിട്ടുള്ള ഫോമിലേക്കാണ് ഫ്രാൻസിന്റെ വരുന്നത്. സോ ദോസ് തിങ്. ബട്ട് ഇവിടെ ഒരു വാല്യൂ അഡീഷൻ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഇന്ത്യ ക്യാൻ ലേൺ ഫ്രം ഫ്രാൻസ്. ഓക്കെ, അതും കൂടെ വേണമെങ്കിൽ ഒരു കൺക്ലൂഷൻ പാർട്ടായിട്ട് നമ്മുടെ ഇന്ത്യൻ സെക്യുലറിസത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രാൻസിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതും കൂടെ എന്ത് ചെയ്യാം, യു ക്യാൻ ഇൻക്ലൂഡ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡിസ്കസ് ഇന്ത്യ ആസ് എ സെക്യുലർ സ്റ്റേറ്റ് ആൻഡ് കമ്പയർ വിത്ത് ദ സെക്യുലർ പ്രിൻസിപ്പിൾസ് ഓഫ് US കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ഫ്രാൻസ് ആണെങ്കിൽ ഇവിടെ US ആയി. ഓക്കെ, എനിവേ ലൈക്ക് ബേസിക്കലി വെസ്റ്റേൺ. അപ്പം ഇന്ത്യൻ സെക്യുലറിസത്തിനെ വെസ്റ്റേൺ ആയിട്ട് കമ്പയർ ചെയ്യാനുള്ള 1, 2, ഓക്കെ, ദെൻ 3, 4 ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വന്നു. 14, 18, 19, 24. ഓക്കെ, ലൈക്ക് ഈവൻ റീസെന്റ് ടൈംസ് 2024 കഴിഞ്ഞ മെയിൻസ് എക്സാമിനേഷനിൽ പോലും ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അഗെയിൻ ഇറ്റ് ഈസ് ഗോയിങ് ടു റിപ്പീറ്റ്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം നിങ്ങൾ ഇപ്പോൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ 26-ലോ 27-ലോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം നിങ്ങൾ മെയിൻസ് എക്സാമിനേഷനിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ റിഫ്ലക്ട് ചെയ്ത് വരും. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം മെയിൻസ് എക്സാമിനേഷനിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത്. ഓക്കെ, സോ ആ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. ബട്ട് വി ഡിഡ്ന്റ് ഗോ ഇൻ ടു ദ ഡെപ്ത് ഓഫ് ദി മെയിൻസ് ആൻസർ റൈറ്റിംഗ്. അതുകൊണ്ടാണ് ഞാൻ പെരിഫറൽ ആയിട്ട് മാത്രം ഇപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ ഈ ഒരു കൺസെപ്റ്റ്? ഓക്കെ, ഫൈൻ, ഗുഡ്. ഓക്കെ, സോ ഈ ഒരു കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഓക്കെ, സോ ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദ്യങ്ങളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ടത്. ദെൻ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിൽ മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സെക്യുലറിസം, അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്, വാട്ട് ഇസ് സെക്യുലറിസം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ദെൻ ഇവിടെ ഡിഫറെന്റ് എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. ഓരോ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കി വെക്കുക. ലൈക്ക് ജൂയിഷ് വേഴ്സസ് ലൈക്ക് ഫലസ്തീൻ, ജൂയിഷ് അവിടെ ലൈക്ക് മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സൗദി അറേബ്യ, ഹൗ ദ നോൺ മുസ്ലിംസ് ആർ ലൈക്ക് ബീങ് ഡിസ്ക്രിമിനേറ്റഡ്. ജർമ്മനിയിൽ ഹൗ ദ ജൂസ് വെർ കിൽഡ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് സെക്യുലറിസത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാണ്. വൈ വി നീഡ് എ സെക്യുലർ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, സോ അതൊന്ന് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ലൈക്ക് അവോയ്ഡ് ദ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ ലൈക്ക് വാട്ട് ഇസ് സെക്യുലറിസം, ഈ ഒരു കാര്യം ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് റീഡ് അബൌട്ട് ഇറ്റ്. Then why we need the importance of the separation of the religion from the state.
അപ്പൊ ഇങ്ങനെ നമ്മൾ സെപ്പറേഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ റിലീജിയൻ വിൽ ഡിക്റ്റേറ്റ് ദ സ്റ്റേറ്റ്. ഓക്കെ, അതുപോലെ എന്തുണ്ടാവില്ല, വി ഡോണ്ട് ഹാവ് ദ റാഷണാലിറ്റി. ഓക്കെ, ഒരു റാഷണാലിറ്റി ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹീലിയോസെൻട്രിക് തിയറി വന്നു, പക്ഷേ ജിയോസെൻട്രിക് തിയറി ആയിരുന്നു ക്രിസ്ത്യാനിറ്റി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് എഗെയിൻസ്റ്റ് ആണ് എന്നതുകൊണ്ട് അവർ കൊന്നു കളഞ്ഞു. അപ്പൊ ഒരു റാഷണാലിറ്റി അല്ലെങ്കിൽ സയന്റിഫിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ, ഇന്നോവേഷൻ, ഓക്കെ, അതുപോലെ ഡിഫറൻസ് ഓഫ് ദി ഐഡിയാസ് ഓർ ദ ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്, ഇങ്ങനത്തെ ഒരു കാര്യവും സൊസൈറ്റിയിൽ നടക്കില്ല ഇഫ് ദ റിലീജിയൻ ഇസ് ഡൊമിനേറ്റിംഗ് ദ സ്റ്റേറ്റ്. സോ ദാറ്റ്സ് വൈ വി നീഡ് സെപ്പറേഷൻ ഓഫ് ദ റിലീജിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. അതുപോലെ തന്നെ സ്റ്റേറ്റിന് എന്ത് ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ആൻഡ് സ്റ്റേറ്റ് ഹാസ് ടു എൻഷുർ ഇക്വാലിറ്റി, ഓക്കെ, ഇംപാർഷ്യാലിറ്റി, ജസ്റ്റിസ്. ഇതൊക്കെ ഒരു സ്റ്റേറ്റിന് എൻഷുർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ ഷുഡ് ബി സെപ്പറേറ്റ്. ഇപ്പം ഒരു ഹിന്ദു സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി പാർഷ്യാലിറ്റി ടുവേർഡ്സ് ദ ഹിന്ദു റിലീജിയൻ. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, സോ അത് എന്താണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ലൈക്ക് റൈറ്റ്സ് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ദെൻ ലൈക്ക് ഹൗ ദ ഡിഫറെന്റ് കൾച്ചേഴ്സ് ആർ എക്സിസ്റ്റിംഗ് ടുഗദർ. ദെൻ ഇതാണ് സിഖ് ടർബൻ എന്ന് പറയുന്നത്, അവർ തലയിൽ കെട്ടുന്ന കാര്യം. അപ്പം അവർക്ക് കുറെ എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദേ ക്യാൻ വെയർ ഇറ്റ് എനിവെയർ. ഇനി അത് മാത്രമല്ല, ദേ ഡോണ്ട് ഹാവ് ടു വെയർ ദ ഹെൽമെറ്റ്. ഓക്കെ, അവർക്ക് ടർബൻ ഉള്ളത് കൊണ്ട് ഹെൽമെറ്റ് വെയർ ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് എല്ലാവർക്കും, ബാക്കിയുള്ള എല്ലാവരും ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ ദേ വിൽ ഗെറ്റ് ഫൈൻ. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർക്ക് എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ദ സ്റ്റേറ്റ് ഇസ് കൺസിഡറിങ് ദ റിലീജിയസ് പ്രാക്ടീസസ് വൈൽ മേക്കിംഗ് ലോസ്. ദെൻ അതുപോലെ തന്നെ അവർക്ക് കൃപാണ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു കത്തി പോലെ ഒരു ആയുധം ദേ വിൽ ബി ക്യാരിങ് ഇറ്റ്. അപ്പം ആ കൃപാണ അവർക്ക് ഈവൻ എയർപോർട്ടിലേക്കും കൊണ്ടുപോകാം. സാധാരണ എയർപോർട്ടിലേക്ക് ഇങ്ങനത്തെ വെപ്പൺസ് ആർ നോട്ട് അലൗഡ്, ബട്ട് കൃപാണ ഇസ് അലൗഡ്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സംഷൻസ് വരുന്നുണ്ട്, ദാറ്റ് യു വിൽ ലേൺ ലേറ്റർ. ഓക്കെ, ദെൻ ഇന്ത്യൻ സെക്യുലറിസം, അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ഇവിടെ ഓരോ ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, നമ്മൾ അത് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ദെൻ ഇവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ ആസ് സച്ച് നമ്മൾ ഒരു റിലീജിയനും പ്രൊമോട്ട് ചെയ്യാറില്ല, അതല്ലെങ്കിൽ എല്ലാ റിലീജിയനും ഈക്വൽ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ദിസ് ഇസ് വാട്ട് വി ആർ ഡൂയിങ്. ഓക്കെ, സോ ഇവിടെ ഒരു കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി വരുന്നതാണ്. കർണാടകയിലെ ഒരു ഗവൺമെന്റ് സ്കൂളിലേക്ക് ഹിജാബ് നിരോധിച്ചുകൊണ്ട് അതിന്റെ പേരിൽ സുപ്രീം കോടതിയിലേക്ക് വരെ കേസുകൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റലി കറണ്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ നിങ്ങൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ആ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഏതാന്നുള്ളത് ഡെഫിനറ്റ്ലി ഓർത്ത് വെക്കണം. കാരണം പൊളിറ്റിയുടെ ആൻസേഴ്സ് എഴുതുമ്പം കോർട്ടിന്റെ ജഡ്ജ്മെന്റും യു ഹാവ് ടു മെൻഷൻ ഇറ്റ്. ഓക്കെ, സോ ആ ഒരു കാര്യം ഒരു സ്റ്റോറി പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ റീഡ് അബൌട്ട് ഇറ്റ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഡൊമിനേഷൻ. ഓക്കെ, ദ സ്ട്രാറ്റജി ഓഫ് ദി നോൺ ഇന്റർഫറൻസ്, അതായത് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നില്ല, റിലീജിയനിൽ ഇന്റർഫിയർ ചെയ്യുന്നില്ല, അതുപോലെ പരസ്പരം ഒരു ഡൊമിനേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല, അതൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ അഗൈൻ യു ക്യാൻ സി ലൈക്ക് ദ സിഖ് ഡോണ്ട് ഹാവ് ടു വെയർ ദ ഹെൽമെറ്റ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ദിസ് ടർബൻ ഇസ് കോൾഡ് പഗ്രി. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ദെൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇൻട്രാ ആൻഡ് ഇന്റർ റിലീജിയസ് ഡിഫറൻസസ് ആണ്. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഇൻട്രാ എന്ന് പറയുന്ന സമയത്ത് വിത്തിൻ എ റിലീജിയൻ, നമ്മൾ ഇന്നലെ പറഞ്ഞ കാസ്റ്റ് സിസ്റ്റം. ഇന്റർ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദ റിലീജിയൻ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു ആൻഡ് മുസ്ലിം, ഇതിൽ ഏതാണ് ഡൊമിനേഷൻ, ഇതിനെയാണ് നമ്മൾ ഇന്റർ റിലീജിയസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഹിന്ദു റിലീജിയനിൽ, okay, like in every religion, not just a Hindu religion, but I am taking it as an example, women are not allowed the temple entry. എന്ന് വെച്ച് കഴിഞ്ഞാൽ men is being considered superior to woman, or like woman is being discriminated, which is against the human right. In order to protect the human right and the fundamental right, the state is intervening in the religious personal law. അപ്പൊ ഇത്തരത്തില് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഇന്റർവെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ രാഷ്ട്രത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്താണോ അതിനനുസരിച്ചിട്ട് മാത്രമേ ഒരു രാഷ്ട്രത്തിന് ഇത്തരത്തിലൊരു മതത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ വി ഹാവ് ടു ഇൻക്ലൂഡ് ദോസ് തിങ്സ് ഹിയർ. ലൈക്ക് ഈക്വൽ ഇൻഹെറിറ്റൻസിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. You can read about it. Then personal laws കാര്യങ്ങൾ പറയുന്നുണ്ട്. Just read those informations also.
ദെൻ ഈ ഒരു ചോദ്യമാണ് ഡിഫറെന്റ് പെർസ്പെക്ടീവ്സിൽ UPSC മെയിൻസ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻ വാട്ട് വേ ഇന്ത്യൻ സെക്യുലറിസം ഡിഫേഴ്സ് ഫ്രം ദാറ്റ് ഓഫ് ദി അതർ ഡെമോക്രാറ്റിക് കൺട്രീസ്. ദെൻ സ്പെസിഫിക് കേസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇവിടെ തരുന്നുണ്ട്. അത് തന്നെയാണ് ഓൾറെഡി എന്ത് ചെയ്തത്. ഓക്കെ, 2024 ചോദിച്ചിരിക്കുന്നത്, റീസെന്റ് ടൈംസിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 2024 ചോദിച്ചിരിക്കുന്ന ചോദ്യം അതാണ്. യു ക്യാൻ സി ഡയറക്ട്ലി ടേക്കൺ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ആ ഒരു കാര്യമാണ് ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. US കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ആസ് സച്ച് ആ സാധനം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, the USA, the separation between the state and religion means that neither the state nor the religion can interfere in the affairs of the one another. Then അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. Just read about it. Okay, like the dominant. Then ഇവിടെ Hindu, like Indian constitution intervenes in the Hindu religious practices. Like untouchability വരുന്നുണ്ട്. Like long before ആണെങ്കിൽ സതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. Like സതി നമുക്ക് ആക്ച്വലി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. Okay, because it was like prevented or like it was restricted even before the constitution came into existence. Okay, സോ ആ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അവിടെ നോക്കി വെക്കുക. യാ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്നത്. സോ ആസ് യു ക്യാൻ സി, ഒരു ചെറിയ ചാപ്റ്റർ ആയിരുന്നിട്ട് പോലും മെയിൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല അപ്കമിങ് ഇയേഴ്സിൽ നമുക്ക് ഒരുപാട് ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു സിഗ്നിഫിക്കൻസോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക, പഠിക്കുക. അത് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, യു ഹാവ് ടു ജസ്റ്റ് റൈറ്റ് ദി ആൻസേഴ്സ്. ഇതിന്റെ ഓരോ ആൻസേഴ്സ് ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് എഴുതി പഠിച്ചു തുടങ്ങുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഇപ്പൊ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഡിഫറെന്റ് ഡയമെൻഷൻസും ഇൻപുട്സും ഒക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വേണമെങ്കിൽ ക്ലാസ് ഒരു തവണ കൂടെ ഇത് കഴിഞ്ഞ് ഞാൻ ഈ റെക്കോർഡിങ്സ് ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയിട്ട് അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി അതല്ലെങ്കിൽ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിലും ലൈക്ക് വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. വേണമെങ്കിൽ അതും കൂടെ റെഫർ ചെയ്ത് അതിൽ നിന്നുള്ള ഇൻപുട്സും കൂടെ എടുത്തിട്ട് try to write your own answer. Okay, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ?